ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഫോണാണ്. ഇതിന്റെ പേര് ഞാൻ പ്രൊണൗൺസ് ചെയ്യണത് കറക്റ്റ് ആണോന്ന് അറിയില്ല. കെച്ചോടാന്ന് കണ്ടാണ് പേര്. നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഇത് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ളതാന്ന് തോന്നുന്നു. ഒരു റഗ്ഗഡ് ഫോൺ ടൈപ്പാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ബാങ്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. അത് വെച്ച് നമുക്ക് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള ബാറ്ററി അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളത് 4500 mAh അങ്ങാണ്ട് കപ്പാസിറ്റി ഉണ്ട്. ഇതിന്റെ കംപ്ലൈന്റ് ഈ അടിയിലത്തെ 3 ബട്ടൺ വർക്ക് ചെയ്യാനുള്ള. അതുപോലെ തന്നെ നാവിഗേഷൻ ബട്ടൺസും ചിലത് വർക്ക് ചെയ്യണില്ല. ഉണ്ട്, ഈ ഒരു ബട്ടൺ വർക്ക് ചെയ്യില്ല, മുകളിലെ മെനു ബട്ടൺ. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ, പിന്നെ ഈ ബാക്ക് അടിക്കുന്ന പവർ ഓൺ ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലോ, അത് ഓൺ ചെയ്താൽ മാത്രമേ, പിന്നെ ഓൺ ചെയ്യാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് അടിക്കാനൊന്നും അതിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. പിന്നെ ഏറ്റവും അടിയിലെ സ്റ്റാർ, പിന്നെ സീറോ ഹാഷ്. അപ്പൊ ഈ ഒരു എല്ലാ ബട്ടണിനും കോമൺ ആയിട്ട് ഒറ്റ കണക്ഷനാണ് വരുന്നത്. അപ്പൊ അത് മിസ്സായതുകൊണ്ടാണ് ഈ ബട്ടൺസ് ഒന്നും വർക്ക് ചെയ്യാത്തത്. ഇത് പവർ ഓഫ് ചെയ്യാനും പറ്റില്ല. ആ ബട്ടണിലേക്ക് പിടിച്ചാൽ പവർ ഓഫ് ആവില്ല. നമുക്കിത് അഴിച്ച് തന്നെ നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് സൈഡ് അഴിക്കാം. ഞാനിത് കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്, സമയം അത്രയും നിങ്ങളുടെ കളയുണ്ടല്ലോ. ഇത് ബാക്കിൽ നിന്നാണ് അഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ ബാറ്ററി ഒക്കെ ആദ്യം ഊരണമെങ്കിൽ ബാക്കിൽ നിന്ന് അഴിക്കണം. പക്ഷെ ഞാൻ സൈഡിലെ സ്ക്രൂ പെട്ടെന്ന് അഴിച്ചു എന്നുള്ളൂ. പിന്നെ ടോർച്ചിനൊക്കെ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്വിച്ച് തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് നമുക്ക് ബാറ്ററി ഊരാനും സിം ഇടാനൊക്കെ അഴിക്കേണ്ടത്. ഇവിടെ 4 സ്ക്രൂ വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അഴിച്ച് കാണിച്ചു തരാം. ഇതിങ്ങനെ ജസ്റ്റ് പൊക്കിയാൽ മതി. കുറച്ച് ടൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പൊക്കേണ്ടി വരും. സ്ക്രൂ ഒക്കെ ഊരിയിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങോട്ട് പോരണില്ല. അവിടെ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ടൈറ്റ് അല്ല, ആ ഒരു ത്രെഡിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ടൂസർ കൊണ്ടൊക്കെ ഊരി എടുക്കേണ്ടി വരും. ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ. അവിടെ ശരിക്കും നമ്മൾ നഖത്തുകൊണ്ട് പൊക്കിയാൽ മതി. ഞാൻ നഖം എൻ്റെ ഈ വിരലുകൾക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ വെച്ച് പൊക്കേണ്ടി വരും. വേണ്ട, ബാറ്ററി കാണാം. ഇവിടെയും കെച്ചോടാന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 3.7 വോൾട്ടിന്റെ 4500 mAh കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ്. ഇത് സൈസ് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെയാണ് ഇതിന്റെ കണക്ഷൻസ് വന്നത്. ഇത്രയുണ്ട് ഈ ബാറ്ററി. ഇത് ഈ പാനലിൽ തന്നെ വെച്ചേക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കാനുള്ളത് 3 സിം ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. സിം 1, സിം 2, സിം 3, പിന്നെ മെമ്മറി കാർഡും. ആ 3 സിമ്മിനും കോൾ ചെയ്യാനായിട്ട് 3 ഡെഡിക്കേറ്റഡ് കീപാഡിൽ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടിൽ. നമുക്ക് ഇനി ഈ ഒരു സാധനം ഇളക്കി എടുക്കണം. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞ് അങ്ങോട്ട് പോരും. ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. തൽക്കാലം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനൽ മാത്രമേ ഊരാൻ പറ്റും. ഫ്രണ്ടിൽ ആ ഒരു പാനലിന്റെ സൈഡിൽ പിടിച്ച് തിക്കി കഴിഞ്ഞാൽ അതങ്ങോട്ട് പൊളിച്ചെടുക്കാം. അത് ഊരി കഴിഞ്ഞാൽ ഈ സൈഡിലെ സ്റ്റീൽ പോലെ സാധനം പെട്ടെന്ന് വിട്ടുപോകും. ഇതിൻ്റെ ഉള്ളിൽ വേറെ വെള്ളമൊന്നും കയറിയ ലക്ഷണങ്ങളില്ല. പക്ഷെ മുമ്പ് ഇത് അഴിച്ചൊരു ലക്ഷണം കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബബിളിന്റെ ഈ ഒരു ഷീറ്റ് പൊളിച്ചെടുക്കാം. ഈ ഷീറ്റിലൊക്കെ ഫിംഗർ പ്രിന്റുകൾ ഉണ്ട്. അത് മുമ്പ് ഈ സെയിം കംപ്ലൈന്റിന് അഴിച്ചിട്ടുണ്ടായിരിക്കണം. ഇവിടെ ഒന്നും വേറെ പ്രശ്നമൊന്നും കാണില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്ത് നോക്കണം. ഒരു തുണിയിൽ നമുക്ക് IP അടിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ പ്രശ്നം സാധാരണ വരുന്നത് ഒന്നല്ലെങ്കിൽ ഇവിടെ ഈ ക്ലാവ് പോലെ എന്തെങ്കിലും പിടിച്ചിട്ടായിരിക്കും. വല്ല ഫംഗസ് അങ്ങനെ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബബിളിന്റെ അടിയിൽ കണക്ഷൻ കിട്ടില്ല. നമുക്കെന്തെങ്കിലും ക്ലീൻ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വരുന്നത് നമ്മുടെ ആ ഒരു കണക്ഷൻ മിസ്സാകുമ്പോഴാണ്. ഇപ്പോൾ ഓരോ കീപാഡിലേക്കും കണക്ഷൻസ് പോകണ്ടല്ലോ, അത് മിസ്സാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മിസ്സായതാവാം, അല്ലെങ്കിൽ നമ്മുടെ IC-യുടെ ആ ഒരു ബോൾ ഡ്രൈ ആയി പോയിട്ടാവാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ കണ്ടപ്പോഴും അത് ശരിയായിട്ടില്ല.
ആ ഒരു നമ്മൾ നോക്കിയ ബട്ടൺസ് ഒന്നും ശരിയായിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഒന്നല്ലെങ്കിൽ ആ ഒരു മെയിനായിട്ടുള്ള പ്രിൻ്റ് പോയിട്ടുണ്ടാവും. പ്രിൻ്റ് പോവല്ല, എവിടെയെങ്കിലും വെച്ച് കട്ടായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഐ സിയുടെ ബോള് നമുക്കൊന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ ശരിയാവും. ഐ സിയിൽ കുറച്ച് IP ഇട്ടിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഹീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും മെനു ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്ക് ബട്ടൺ അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ നമ്പേഴ്സും നോക്കാം. *0# ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്കയായിട്ടുണ്ട്. *0# ആണല്ലോ മെയിൻ പ്രശ്നമായിരുന്നു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഈ ഒരു പാനൽ അതുപോലെ തന്നെ വെക്കുക. ഈ ഒരു സാധനം നേരെ വയ്ക്കണം കേട്ടോ. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് തന്നെ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒട്ടുമിക്ക പ്രശ്നങ്ങൾ ഈ ഡ്രൈ സോൾഡറിങ് കാരണമാണ് ഫോണിൽ വരുന്നത്. ഡ്രൈ സോൾഡറിങ്ങും അൺസോൾഡറിങ്ങും. ഈ ഒരു സ്വിച്ച് വയ്ക്കാൻ നമ്മൾ മറന്നു. ഇതിൻ്റെ ഒരു പൊന്തിരിക്കണ ഭാഗം അതിൻ്റെ ഉള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് സൈഡ് ഒന്ന് ഇളക്കിയാൽ മതി. ഈ ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ ഗ്യാപ്പിൽ കൂടെ അത് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ആ സ്വിച്ച് വർക്ക് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്കിൽ വീണോളൂ. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ആ ഒരു സ്റ്റീലിൻ്റെ ഭാഗങ്ങൾ ഇട്ട് കൊടുക്കണം. ഇത് സ്റ്റീലാണെന്ന് കറക്റ്റ് അറിയില്ല. ഈ ഒരു ഭാഗം ഇട്ട് കൊടുക്കണം. ഇങ്ങനെ വെക്കുക, ജസ്റ്റ് സ്ക്രൂ വയ്ക്കുക. നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാ സ്ക്രൂവും വയ്ക്കാം, ഒറ്റയടിക്കൊക്കെ ടൈറ്റ് ചെയ്തെടുക്കാമല്ലോ. നമുക്ക് കുറച്ച് വലിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ ചെയ്യണം, മറ്റേതിൽ ത്രെഡ് പിടിക്കല്ലേ. ത്രെഡ് അല്ല, അത് ചെറിയ സ്ക്രൂ ഡ്രൈവർ ആണല്ലോ. ഇനി അതിൻ്റെ ബിറ്റൊക്കെ മാറ്റിയിട്ട് വേണം. ഈ ഒരു സൈഡും വയ്ക്കുക, ഇവിടെയും അതുപോലെ തന്നെ എല്ലാ സ്ക്രൂവും വെച്ച് കൊടുക്കാം. ഒട്ടുമിക്ക പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളുള്ളൂ മൊബൈൽ ഫോണിൽ. എന്നിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് സൈഡൊക്കെ ലൂസായിരിക്കും. ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യരുത്, ആ ത്രെഡ് പോകരുത്. നമുക്ക് ഈ ബാക്ക് പാനലും വെക്കാം. വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 4 സ്ക്രൂ കൂടെ ടൈറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് മറ്റേ ഫോണുകളുടെ പോലെ സിമ്മും മെമ്മറി കാർഡൊന്നും പെട്ടെന്ന് ഊരി മാറ്റാൻ പറ്റില്ല. ഈ 4 സ്ക്രൂ അഴിക്കണം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു സിം ഊരി മാറ്റിയിടാനൊന്നും നടക്കില്ല, സ്ക്രൂ ഡ്രൈവർ കയ്യിൽ വേണമല്ലോ. ഇങ്ങനത്തെ ഫോൺ നല്ലതാണ്. ഇത് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഫോണാണ്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ എല്ലാ സ്വിച്ചും വർക്ക് ചെയ്യുന്നുണ്ട്. അടിയിലത്തെ ബട്ടൺ അതുപോലെ തന്നെ ഈ ബാക്ക് ബട്ടൺ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇടുന്നത് കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസാണ്. ഇങ്ങനെ റിപ്പയറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ടെക് ന്യൂസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.